പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്റെ തിരുപ്പിറവിയിൽ നിനക്ക് ആരാധന അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുന്നു. മനുഷ്യനെ സ്നേഹിക്കുകയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കുവാൻ സ്വർഗീയ പിതാവിനാൽ അയക്കപ്പെട്ട പുത്രനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി നീ മനുഷ്യനായി തീർന്ന ഈ സുതനെ തിരുസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണം. ദൈവമേ, ബേദലഹീമിലെ കല്ലടാവിൽ ജനിച്ചതുപോലെ ഞങ്ങളുടെ ഉള്ളിലും അവിടുന്ന് ജനിക്കണമേ. നീ സമാധാനം നൽകുന്ന ദൈവമാകുന്നു. നിന്റെ ശാശ്വതമായ സമാധാനത്തെ ലഭിക്കാൻ തക്കവണ്ണം നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് ആവസിപ്പിക്കണം. ഈ സന്ധ്യ നിന്റെ തിരുപ്പിറവിയിൽ ഒത്തുചേരുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുമിപ്പിനുമാക്കി തീർക്കണമേ. ദൈവത്തെ അറിയുന്ന മക്കളാക്കി, ദൈവം അറിയുന്ന മക്കളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണം. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവ ചൈതന്യത്തെ കൂടുതൽ ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഓരോ ആരാധനകളും സന്നദ്ധിയാക്കണമേ. ആയത് ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിൻ്റെ മധ്യസ്ഥതയാലും മാർത്തോമാ ശ്ലീഹായുടെയും പരിമലമാർ ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെയും മധ്യസ്ഥതയാലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. നന്ദി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടു. ശുദ്ധമുള്ള കന്യമാർത്തോറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആദ്യം തന്നെ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്നും തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. തിരുവചനം വായിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെടുന്ന മാണിസാറിനെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ബാറക്മോർ, ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് അഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കൊറിന്യോസ് സുറിയനാട് വാഴുമ്പോൾ ഈ 1-ാമത്തെ ചാർത്തലുണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിന് താൻ്റെ പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഗൃഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട്
തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ സ്ത്രീയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രത്ത് പട്ടണം വിട്ട് യഹൂദ്യയിലെ ബേത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായികയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ, നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്നു മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന യേശുവിനെയും കണ്ടു. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവർ എല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. തങ്ങളോട് അറിയിച്ചതുപോലെ ഈ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, 2020 ആണ്ടിലെ ക്രിസ്മസ് സർവീസ് ആഘോഷ പരിപാടികൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. COVID-19 പശ്ചാത്തലത്തിൽ നമുക്ക് ഭവനങ്ങളിൽ എത്തിച്ചേർന്ന തിരുപ്പിറവിയുടെ സന്ദേശം അറിയിക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രയാസം നേരിട്ടതിനാൽ വെർച്വൽ ക്രിസ്മസ് പ്രോഗ്രാമായിട്ട് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നു. ആയതിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ സന്ധ്യ അനുഗ്രഹത്തിൻ്റെ സന്ധ്യയാകട്ടെ. നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക കാലഘട്ടങ്ങളിൽ ഇത്തരണത്തിൽ ഇങ്ങനെയൊന്നും സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ദൈവത്തിൻ്റെ നാമത്തിൽ ഏവരെയും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുകയും അവരെ തടയരുതെന്ന് വേദഗ്രന്ഥം നമ്മളോട് പറയുന്നു. ഈ കരോൾ പ്രോഗ്രാമിൽ ആദ്യം കാരോൾ സോങ് പാടുന്നത് നമ്മുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ്. അവരെ ഈ കരോൾ സോങ് പാടുന്നതിനായിട്ട് അവരെയും ക്ഷണിക്കും. ആനന്ദിച്ചാട്ടും
ഈ സന്ധ്യയിൽ മുഖ്യ സന്ദേശവും ആശംസകളും അറിയിക്കുന്നത് നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ യൂഹാനോന്മാർ ദിയസ്കോറോസ് തിരുമേനിയാണ്. ദൂരെ ഇരുന്നാണെങ്കിലും ഇതിൽ സംബന്ധിക്കുന്ന തിരുമേനിയെ വളരെ ആദരവോട് ഇടവകയിലെ എല്ലാ ജനങ്ങളോടും ചേർന്ന് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ തിരുമേനി സന്ദേശം നൽകുവാനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമം മോശപ്പെടട്ടെ. ബഹുമാനപ്പെട്ട അജി കെ വർഗീസ് അച്ഛൻ, കൈസാനികൾ, സെക്രട്ടറി, മാനവിക കമ്മിറ്റി അംഗങ്ങൾ, ആധ്യാത്മിക സംഘടനകളുടെ പ്രവർത്തകർ അംഗങ്ങൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങളെ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ക്രിസ്മസ് സമാഗതമായി. തീർച്ചയായും ചെന്നൈ പട്ടണത്തിൽ എനിക്ക് നല്ലതുപോലെ അറിയാം, നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും ദൈവമക്കൾ ക്രിസ്മസ് സീസൺ ആകുമ്പോൾ നോമ്പോടും ഉപവാസത്തോടും കൂടി സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും എല്ലാവരും കൂടെ ചേർന്ന് അതാത് പള്ളിയിലെ വികാരിമാരോട് ചേർന്ന് ഭവനങ്ങൾ സന്ദർശിക്കുകയും പാട്ടുപാടി പ്രാർത്ഥിച്ച് ക്രിസ്മസ് ആശംസകൾ നേർന്ന് എല്ലാ ഭവനങ്ങളിലെയും ദൈവമക്കളെ കണ്ട് അഭിവാദനം ചെയ്ത് ക്രിസ്മസ് വിഷ് ചെയ്ത് ന്യൂ ഇയർ വിഷ് ചെയ്ത് തിരിച്ചു വന്ന ദേവാലയത്തിൽ ഡിസംബർ മാസം 25-ാം തീയതി വിശുദ്ധ ബലി അർപ്പിച്ച് ക്രിസ്മസ് ശുശ്രൂഷ നിർവഹിച്ചാണല്ലോ നാം നമ്മുടെ ക്രിസ്മസ് പരിപാടികൾ പൂർത്തിയാക്കുന്നത്. എന്നാൽ ഈ വർഷം എല്ലാ വർഷവും ചെയ്യുന്നതുപോലെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അതുപോലെ ചെയ്യുവാനായിട്ട് നിവൃത്തിയില്ല. എങ്കിൽ പോലും വിർച്വലായി ഈ പരിപാടികളെല്ലാം നടത്തുവാനും ദേവാലയത്തിൽ അക്ഷരീയമായി തന്നെ വിശുദ്ധ ബലിയർപ്പണത്തോടെ അവസാനിപ്പിക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നെന്ന് കാണുന്നതിൽ പ്രത്യേകമായ സന്തോഷം. ഓരോ ഭവനത്തിലും ക്രിസ്തു ജനിക്കണം, ഓരോ വ്യക്തിയിലും ക്രിസ്തു ജനിക്കണം, ഓരോ സൃഷ്ടിയിലും ക്രിസ്തു ഉണ്ടാകണം. ക്രിസ്തു ശിശുവായി ജനിക്കുകയും ക്രിസ്തു ബാലനായി വളരുകയും ക്രിസ്തു നല്ല ഒരു പുരുഷനായി നമ്മുടെ ഉള്ളിൽ ജീവിക്കുകയും ക്രിസ്തു നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നു, യാഗമാകുന്നു എന്ന ചിന്തയിൽ ക്രിസ്തുവിനെ ഹൃദയത്തിനുള്ളിൽ സ്വീകരിക്കുകയും ആ ക്രിസ്തു യാഗത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഉത്ഥിതനായി മാറിയ റിസൺ ക്രൈസ്റ്റ് ആകുന്നു ചിന്തിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അർത്ഥവത്താകുന്നത്. ദാറ്റ് മീൻസ് ഇതൊരു ആരംഭമാണ്. ക്രിസ്മസ് ഇസ് എ ബിഗിനിങ്, എ പാത്ത് ടുവേഴ്സ് ഗ്ലോറിഫിക്കേഷൻ. അത് മഹത്വീകരണത്തിന്റെ ഒരു വഴിയാണ്, മഹത്വീകരണത്തിലേക്കുള്ള ഒരു വഴിയാണ്. ആ മഹത്വീകരണത്തിലേക്കുള്ള വഴിയിലാണ് നിങ്ങൾ പുഴുതിവാക്കം സെന്റ് തോമസ് മൗണ്ട് ഇടവകയിലെ മക്കളും ഈ സമയത്ത് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കട്ടെ. ക്രിസ്തു നമ്മോടും കൂടെയാണ്. അതാണല്ലോ ക്രിസ്മസിന്റെ അർത്ഥം. അമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് us. വചനം ജഡം ധരിച്ചു നമ്മുടെ ഇടയിൽ പാർത്തു. അവിടെ നിന്ന് ലഭിക്കുന്നതായ ഒരു സന്തോഷമുണ്ട്, അവിടെ നിന്ന് ലഭിക്കുന്നതായ ഒരു സമാധാനമുണ്ട്, അവിടെ നിന്ന് ലഭിക്കുന്നതായ മുന്നോട്ട് പോകാനുള്ളതായ പ്രത്യാശയുണ്ട്. അതെല്ലാം ദൈവസ്നേഹത്തിൽ നിറഞ്ഞതാകുന്നു എന്നത് വളരെ വ്യക്തം. നാം ക്രിസ്മസ് ആഘോഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതാനുഭവമായി മാറട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള നമ്മുടെ ഓരോ ഭവനത്തിലെയും ദൈവമക്കൾക്ക് നമ്മുടെ കർത്താവിന്റെ തിരുജനത്തിന്റെയും വരാൻ പോകുന്ന സമ്മത്സരം അനുഗ്രഹപ്രദമായി മുന്നോട്ട് പോകുന്നതിന്റെ ആശംസകൾ പ്രത്യേകമായി നേർന്നു. ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഓൾ എ വെരി ബ്ലെസ്ഡ് ക്രിസ്മസ് സീസൺ ആൻഡ് എ വെരി ഹാപ്പി ന്യൂ ഇയർ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. കഴിഞ്ഞ വർഷം ആദ്യമായി മർത്തുമറിയം സമാജ അംഗങ്ങളും ഭവനങ്ങളിൽ എത്തിച്ചേർന്ന തമ്പുരാന്റെ തിരുപ്പിറവിയുടെ സന്ദേശം നൽകി. ഈ വർഷവും അവരും നമ്മളോട് ഒത്തുചേരുന്നു. വളരെ സന്തോഷത്തോടുകൂടി മർത്തുമറിയം സമാജം കരോൾ സോങ് ആലപിക്കുവാൻ തക്കവണ്ണം വളരെ സന്തോഷത്തോടുകൂടി ക്ഷണിക്കുന്നു.
സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ഇടവകയ്ക്ക് അഭിമാനമാണ്. അവരുടെ കളികളും ചിരികളും ദൈവവും സന്തോഷിക്കുന്നു. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു ആക്ഷൻ സോങ്ങിനായി. To
തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, 2020 പൂർണ്ണതയിലേക്കും ക്രിസ്തുവിൻ്റെ പിറവിയുടെ ആഘോഷത്തിലേക്കും നാം വന്നു ചേരുകയാണ്. ലോകം മുഴുവനും അലങ്കൃതമായ വേളയിൽ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം നാം ഒരുങ്ങിയിരിക്കുന്നു. ഭവനങ്ങളിലും ദേവാലയങ്ങളിലും നാട് മുഴുവനും തോരണങ്ങൾ കൊണ്ടും നക്ഷത്ര വിളക്ക് കൊണ്ടും ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ നാം തയ്യാറെടുക്കുകയാണ്. എന്താണ് ക്രിസ്മസ് വിളക്ക് നമ്മളോട് പറയുന്നത്? നക്ഷത്രം നമ്മളോട് പറയുന്നതിനൊരർത്ഥമുണ്ട്. വിദ്വാൻമാർ യാത്ര ചെയ്ത് നക്ഷത്രത്തെ നോക്കി അവർ ബേത്ലഹേമിൽ എത്തിയപ്പോൾ നക്ഷത്രം അവിടെ നിശ്ചലമാകുന്നു. എവിടെയാണോ നക്ഷത്രം നിശ്ചലമായത്, അവർ നോക്കുമ്പോൾ ക്രിസ്തു പിറന്ന കാഴ്ചയാണ്, ആ ദിവ്യ അനുഗ്രഹത്തിൻ്റെ കാഴ്ചയാണ് അവർ കാണുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ നക്ഷത്ര വിളക്കുകൾ തൂക്കിയിരിക്കുമ്പോൾ നാം ലോകത്തോടും പറയുന്നത് ഇത് തന്നെയാണ്, ഇവിടെയും ക്രിസ്തു പിറന്നിരിക്കുന്നു എന്നാണ്. നമ്മുടെ ഭവനങ്ങളൊക്കെയും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം വിളിച്ചോതുന്ന ഇടങ്ങളായി തീരുമ്പോഴാണ് നമ്മുടെ കുടുംബവും സ്വർഗമായി തീരുന്നത്. ലോകത്തോട് സാക്ഷ്യം കൊടുക്കേണ്ടെന്ന് നാം ഓരോരുത്തരും വിളക്ക് തൂക്കുന്നതിൽ മാത്രമല്ല, അതിനപ്പുറം ക്രിസ്തു നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ഉള്ളിലും പിറക്കേണ്ടുന്ന ആവശ്യകത നാം തിരിച്ചറിയണം. ക്രിസ്തുവിൻ്റെ ജനനം കൊടുത്ത ബേത്ലഹേമിൽ, ആ പുൽത്തൊഴുത്തിൽ നാം ചില വ്യക്തികളെ കാണുന്നുണ്ട്. അവരെ നമുക്കൊന്ന് ചിന്തിച്ച് ഇന്നത്തെ ഈ ചിന്ത നമുക്ക് പര്യവസാനിപ്പിക്കാം. ആദ്യം കാണുന്നത് പൊന്നോമന മകനെ മടിയിൽ വഹിച്ചുകൊണ്ട് ഇരിക്കുന്ന കന്യക മറിയാമിനെയാണ്. കന്യക മറിയാമിനെ സംബന്ധിച്ചിടത്തോളം നാം കാണുന്നത് ക്രിസ്തുവിനെ വഹിക്കുന്ന അമ്മയാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വഹിക്കുമ്പോഴാണ് ഈ ക്രിസ്മസ് പൂർത്തീകരണം ആകുന്നത്. ദൈവത്തിനെ ഉള്ളിൽ വഹിച്ചിരിക്കുന്ന കന്യക മറിയാം ലോകത്തിന് സാക്ഷ്യം കൊടുക്കുന്ന അമ്മയായി, സർവർക്കും അമ്മയായി തീരുകയാണ്. നമ്മുടെ ജീവിതത്തിലും നാം കാണേണ്ടത് ദൈവത്തെ വഹിക്കുന്ന ശരീരങ്ങളായി നാം രൂപാന്തരപ്പെടണം. ആത്യന്തികമായി ദേവാലയം എന്ന് പറയുന്നത് മനുഷ്യ ശരീരം തന്നെയാണ്. ഏദന്റെ പറുദീസകളിൽ യഹോവയായ ദൈവം മണ്ണുകൊണ്ട് ഒരു രൂപമുണ്ടാക്കി ദൈവത്തിൻ്റെ അധരങ്ങൾ ആ രൂപത്തോട് ചേർത്ത് പിടിച്ച് ശ്വാസമൂതി എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ശ്വാസമൂതി എന്നതിനേക്കാൾ അപ്പുറം ദൈവം എപ്പോഴാണോ മനുഷ്യരൂപത്തെ ചുംബിച്ചത്, അപ്പോൾ ആ രൂപം ചിരിക്കുവാനും ചിന്തിക്കുവാനും പറ്റുന്ന ഒരു ദൈവത്തിൻ്റെ ആലയമായി തീർന്നു. ദൈവത്തിൻ്റെ ശ്വാസം മനുഷ്യന്റെ ഉള്ളിലേക്ക് വഹിക്കപ്പെട്ടപ്പോൾ അത് അനുഗ്രഹത്തിൻ്റെ ഒരു രൂപമായി തീരുകയാണ്. നമ്മളും ദൈവത്തിനെ ഉള്ളിൽ വഹിക്കുന്നവരാണ്. മാമോദീസ ശുശ്രൂഷയിൽ നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞിൻ്റെ അധരങ്ങളിലേക്ക്, മുഖത്തേക്ക് ശുശ്രൂഷ നടത്തുന്ന ആചാര്യൻ ഊതി ദൈവത്തിൻ്റെ സൃഷ്ടിയായി രൂപപ്പെടുത്തുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഉള്ളിലും ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അതിനെ നാം കാണാതെ പോകരുത്. അതുകൊണ്ട് നാം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി, ദേവാലയമായി രൂപപ്പെടുത്തണം. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്ന് അറിയുന്നില്ലേ? നമ്മുടെ ജീവിതത്തിൽ കന്യക മറിയം അമ്മയെ വഹിച്ച ആ ജീവിതം നമ്മുടെ ജീവിതത്തിലും രൂപപ്പെടട്ടെ. ആദ്യം നമ്മൾ കണ്ടത് ക്രിസ്തുവിനെ വഹിക്കുന്ന അമ്മ. പിന്നീട് നമ്മൾ കാണുന്നത് യൗസേപ്പ് പിതാവിനെയാണ്. യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം അമ്മ ക്രിസ്തുവിന് ജന്മം കൊടുത്തു എങ്കിൽ ക്രിസ്തുവിനെ വളർത്തുന്ന വളർത്തച്ഛനായിട്ട് യൗസേപ്പ് പിതാവ് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ പിറന്നിരിക്കുന്ന ദൈവത്തിനെ വളർത്തേണ്ടത് ഏറ്റവും അനിവാര്യവും ആവശ്യവുമാണ്. ലോകത്തിന് സാക്ഷ്യം കൊടുക്കേണ്ടുന്നവരാണ് നാം ഓരോരുത്തരും. കുടുംബത്തിലെ മാതാപിതാക്കൾക്കും മക്കൾക്ക് സാക്ഷ്യം കൊടുക്കുകയും ആ കുടുംബം ലോകത്തിന് സാക്ഷ്യം കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബം സ്വർഗീയ കുടുംബം ആയിത്തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനെ വളർത്തുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഉള്ളിൽ ഉരുവായിരിക്കുന്ന ക്രിസ്തു, അല്ലെങ്കിൽ മാമോദീസയിൽ കൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാക്ഷ്യം, വലിയ അംശം, അതിനെ വളർത്തി വലുതാക്കി അത് ജ്വലിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് നാം വിസ്മരിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്, ഞാനോ കുറയണം അവനോ വളരണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൗഢിയല്ല
ദൈവനാമ മഹത്വമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഓരോ ജീവിതവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഉതകണം. ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അതിന് കാരണമാകണമെങ്കിൽ യൗസേപ്പ് പിതാവിനെ പോലെ വിനയമുള്ളവനും യൗസേപ്പ് പിതാവിനെ പോലെ ദൈവ ഇച്ഛ അന്വേഷിക്കുകയും അതിന് കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം. മൂന്നാമത് നമ്മൾ കാണുന്ന വ്യക്തികളാണ് വിദ്വാൻമാർ. വിദ്വാൻമാർ ക്രിസ്തുവിനെ സംരക്ഷിച്ചവരാണ്. തങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഹെറോദേസ് ഉണ്ടെന്നും അവിടെ എത്തിച്ചേരണമെന്നുള്ള കൽപ്പന ലഭിച്ചിട്ടുണ്ടെങ്കിലും ക്രിസ്തുവിനെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ദൗത്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ വന്ന വഴി മാറി വേറെ വഴിയായി തിരികെ പോകുന്ന വിദ്വാൻമാരും ഇവിടെ നാം ശ്രദ്ധിക്കപ്പെടണം. നമ്മുടെ ക്രിസ്തുവിനെ കൊല്ലുവാൻ തക്കവണ്ണം നശീകരിക്കപ്പെടുവാൻ തക്കവണ്ണം നശിപ്പിക്കുവാൻ തക്കവണ്ണം ഹെറോദേസ് കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു അംശത്തെയും നശിപ്പിക്കുവാൻ തക്കവണ്ണം പൈശാചിക പോരാട്ടങ്ങളും ലോകബന്ധങ്ങളും നമ്മുടെ ചിന്തകളും ശാരീരികമായ വൈകല്യങ്ങളും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തമ്പുരാന്റെ സാന്നിധ്യത്തിൽ നാം തിരിച്ചറിഞ്ഞ് ദൈവത്തിനെ സംരക്ഷിക്കുവാനും അത് ലോകത്തോട് വിളിച്ചോതുവാനും നമുക്ക് ഇടയാകണം. അത് വിസ്മരിക്കരുത്. നാം ചിന്തിച്ചത് 3 കാര്യങ്ങളാണ്. അതായത്, ആദ്യം കന്യക മറിയാം ദൈവത്തെ വഹിക്കുന്നു, യൗസേപ്പ് പിതാവ് ദൈവത്തെ വളർത്തുന്നു, വിദ്വാൻമാർ ദൈവത്തെ സംരക്ഷിക്കുന്നു. ഈ ക്രിസ്മസിൽ നമുക്കും ഇതിന് കാരണമായി തീരണം. ദൈവത്തെ വഹിച്ച് ദൈവത്തിൻ്റെ അംശത്തെ നമ്മുടെ ഉള്ളിൽ വളർത്തി ആ ദൈവത്തെ സംരക്ഷിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചോദനം. ഈ ക്രിസ്മസിലും ലോക ജീവിത യാത്രയിലും ഓരോ തിരുപ്പിറവിയിലും ക്രിസ്തു ഞങ്ങളുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും വളർന്നു വലുതാകുന്നു എന്നുള്ള സാക്ഷ്യം കൊടുക്കുവാൻ ഈ ക്രിസ്മസ് കാലഘട്ടം ഇടയാകട്ടെ. നക്ഷത്ര വിളക്കുകൾ ഭൗതികമായി തൂക്കുന്നതിലല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടുകൊണ്ട് ലോകം നമ്മെ നോക്കി പറയണം, ഇവിടെ ക്രിസ്തു ഉണ്ട് എന്ന് പറയണം. ഈ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ട് എന്ന് സാക്ഷ്യപ്പെടുത്തണം. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ക്രിസ്തുമസും പുതുവർഷത്തിൻ്റെ സമാധാനവും ശാന്തിയും ഏകുന്ന ഒരു യാത്രയും ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. ആകാശത്ത് ദിവ്യനക്ഷത്രം ഉദിച്ചു. ദിവ്യനക്ഷത്രത്തെ കണ്ട് വിദ്വാൻമാർ യാത്ര ആരംഭിച്ചു. എവിടെയാണോ ദിവ്യനക്ഷത്രം നിശ്ചലമായത് അവിടെ ഉണ്ണിയേശുവിൻ്റെ തിരുമുഖം അവർ ദർശിച്ചു. താരം ഉദിച്ച ആ ഗീതം പാടി കരോൾ സംഘം നമ്മുടെ അടുക്കൽ എത്തുന്നു. Pussy
കടമ്പയെല്ലാം മാറി മറഞ്ഞി ഉത്സവനാളിൽ ദേവൻ പിറന്നു രാവിൽ, ദേവൻ പിറന്നു രാവിൽ. താരം താരം തങ്കനിലാവിൽ ചായം പൂശി മഞ്ഞൻ വന്നു പിറന്നു വേദനയേറ്റി കാലികൾ നടുവിൽ ദേവൻ പിറന്നു രാവിൽ, ദേവൻ പിറന്നു രാവിൽ, ദേവൻ പിറന്നു രാവിൽ, ദേവൻ പിറന്നു രാവിൽ, ദേവൻ പിറന്നു രാവിൽ. യേശുവേ കാൺമതിനാ
നായകനായി വന്നു മൂവർ ഒരു അത്ഭുത ശിശുവല്ലേ ഒരു അത്ഭുത ശിശുവല്ലേ പിറന്നേ പിറന്നേ എന്റെ യേശു ബേത്ലഹേമിൽ ഒരു അത്ഭുത ശിശുവല്ലേ ഒരു അത്ഭുത ശിശുവല്ലേ സ്തുതിച്ചു മെല്ലെ ദൂതന്മാർ പുൽക്കൂടാതിൽ ഉദിച്ചു നിന്നു ചെറു കൊണ്ടാരം കണ്ടാതീനം സ്തുതിച്ചു നിന്നു മെല്ലെ ദൂതന്മാർ പുൽക്കൂടാതിൽ ഉദിച്ചു നിന്നു ചെറു കൊണ്ടാരം കണ്ടാതീനം തിരിച്ചു തുള്ളി കൊടുത്തിനുള്ളിൽ മനുഷ്യപുത്രൻ ജനിച്ചത് കണ്ടു തിരിച്ചു തുള്ളി കൊടുത്തിനുള്ളിൽ മനുഷ്യപുത്രൻ ജനിച്ചത് കണ്ടു സ്തുതിച്ചു നിന്നു മെല്ലെ ദൂതന്മാർ പുൽക്കൂടാതിൽ ഉദിച്ചു നിന്നു ചെറു കൊണ്ടാരം കണ്ടാതീനം മാനവൻ പാടുമ്പോൾ പാലകൻ കണ്ടു പാലരാവിലൊരു പാലകൻ കണ്ടു ചോദിച്ചിടുവാനായി അവനെ കണ്ടു കാത്തിരുന്നു കാലം പാടും ദൂതരെ കണ്ടു വിലങ്ങിയ പിന്നിനുള്ളിൽ തന്നെ പിന്തുണപ്പിക്കും നേരം തന്നെ പുതമുലരിയെ വണ്ണം പതിപ്പിച്ച പിന്നെ തിരിച്ചൊരു പന്തലാരം സുരിച്ചു നിന്നു മെല്ലെ ദൂതന്മാർ പുൽക്കൂടാതിൽ ഒലിച്ചു നിന്നു ചെറു പൊന്താരം കണ്ടാതീനം കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ വർഷത്തെ കരോൾ സർവീസ് ഇവിടെ സമാപിക്കുകയാണ്. ഇത് ഇത്രത്തോളം അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് തിരുസന്നിധിയിൽ സ്തുതിസ്തോത്രങ്ങൾ നമുക്ക് സമർപ്പിക്കാം. ദൂരെ ഇരുന്ന ഈ വെർച്വൽ കരോൾ പ്രോഗ്രാമിൽ സന്ദേശം നൽകി നമ്മെ അനുഗ്രഹിച്ച ഇടവക മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് തിരുമേനിയോടുള്ള എല്ലാ ഭക്തി ആദരവുകളും തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇത് ശ്രേഷ്ഠമാക്കി തീർത്തത് ഈ ഇടവകയിലെ എല്ലാ ജനങ്ങളുടെയും അകമഴിഞ്ഞ സ്നേഹവും കരുതലും കൊണ്ടാണ്. പ്രത്യേകിച്ച് ഇതിൽ ആദ്യോടന്തം സംബന്ധിച്ച എല്ലാവരോടുമുള്ള സ്നേഹാദരവുകൾ
പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ, മർത്തമറിയം സമാജ അംഗങ്ങൾ, യുവജന പ്രസ്ഥാനം MGOCSന്റെ പ്രവർത്തകർ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും ഏറെ ഇതിൽ ഉണ്ടായിരുന്നു. അവരോടുള്ള വാക്കുകൾ, അവരോടുള്ള നന്ദികൾ വാക്കുകൾക്ക് അതീതമാണ്. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, നിറഞ്ഞ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. അത് ഈ വർഷത്തെ വെർച്വൽ കരോൾ പ്രോഗ്രാം, അതിൻ്റെ ടെലികാസ്റ്റിങ്ങിന് നേതൃത്വം കൊടുത്തവരെ, നമ്മുടെ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന അഭിലാഷ് എബ്രഹാം, അതോട് ചേർന്ന് നമ്മുടെ ഇടവക അംഗങ്ങളായിരിക്കുന്ന ഷൈനോ, ഷിജോയ്, മെബിൻ, അതുപോലെ ഇതിനെല്ലാം കോർഡിനേഷൻ ചെയ്തത് നമ്മളേറ്റവും ആദരിക്കുന്ന നിഖിൽ അലക്സ് തരകൻ അച്ഛനാണ്. എല്ലാവരോടുമുള്ള സ്നേഹാദരവുകളും കടപ്പാടും ഈ സമയത്ത് പ്രത്യേകമായിട്ട്. അതുപോലെ തന്നെ ഈ കരോൾ പ്രോഗ്രാം അതിന് നേതൃത്വം കൊടുത്തത് കൺവീനറായിരിക്കുന്ന ബോബി മത്തായി അങ്കിളും, അതോട് ചേർന്ന് PK വർഗീസ് അങ്കിളും, അതുപോലെ തന്നെ ജയ് അലക്സ് അവറുകളുമാണ്. അവരോടുള്ള നിസ്സീമമായ സ്നേഹാദരവുകൾ അറിയിക്കുന്നു. ഈ കാര്യങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധേയമായ പ്രോത്സാഹനം കൊടുത്തത് ഈ ഇടവകയുടെ ട്രസ്റ്റിമാർ, സെക്രട്ടറി, അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങൾ ഏവരെയും ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൃപകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ സന്ധ്യയിൽ നിങ്ങളുടെ സാന്നിധ്യവും ഏറ്റവും ശ്രേഷ്ഠമായി കാണുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവസന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നന്ദിയോടുകൂടി നിങ്ങളെയും ഈ സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിക്കും. ക്രിസ്മസ് ശുശ്രൂഷയുടെ സമയക്രമങ്ങൾ അറിയിക്കുകയാണ്. നാളെ വൈകുന്നേരം 6 മണിക്ക് ദേവാലയത്തിൽ സന്ധ്യാനമസ്കാരം ആരംഭിക്കുന്നതാണ്. സന്ധ്യാനമസ്കാരത്തിനെ തുടർന്ന് സൂത്താറ നമസ്കാരവും അതിനെ തുടർന്ന് രാത്രി നമസ്കാരവും നടത്തുന്നതാണ്. എല്ലാ ആളുകളും ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുക. 25-ാം തീയതി വെളുപ്പിനെ 4 മണിക്ക് പ്രഭാത നമസ്കാരവും അതിനെ തുടർന്ന് തീജ്വാല ശുശ്രൂഷയും അതിനുശേഷം വിശുദ്ധ കുർബാനയും നടത്തുന്നതാണ്. എല്ലാ ആളുകളും 4 മണിക്ക് മുൻപ് തന്നെ ദേവാലയത്തിൽ എത്തിച്ചേരണം. വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ ഉള്ളവർ 4 മണിക്ക് മുൻപ് ഇവിടെ എത്തിച്ചേർന്ന് ഉത്സവം പ്രാപിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള കാര്യവും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ഭാവങ്ങളും നേരുന്നു. ബാർക്കുമോർ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സഹവാസവും ഈ ആഘോഷങ്ങളിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളുടെ മേലും, ഈ ആഘോഷം പൂർത്തീകരിക്കുവാൻ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെ മേലും, നടക്കുവാനിരിക്കുന്ന ജനന പെരുന്നാളിൻ്റെ ശുശ്രൂഷകളിന്മേലും,
ഞങ്ങളുടെ ദേവാലയത്തിലെ എല്ലാ കുടുംബാംഗങ്ങളിന്മേലും, നയിക്കുന്ന ആചാര്യശ്രേഷ്ഠൻ്റെ മേലും കുടുംബത്തിന്മേലും, ഞങ്ങളുടെ വാങ്ങിപ്പോരിക്കുന്നവരുടെ ആത്മാക്കളിന്മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.